ഗൈസ് അജുമലാണ്. വെൽക്കം ബാക്ക് ടു ജെറ്റ് കൺട്രോൾ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു DIY വീഡിയോ ആണ്. അതായത് നമ്മളൊരു സ്റ്റെതസ്കോപ്പ് ഉണ്ടാക്കിയാണ്. അതായത് ഡോക്ടർമാരെ കഴുത്തിലേക്ക് കിടക്കുന്ന കണ്ടിട്ടില്ലേ, അതാണ്. നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തന്നെയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ സിമ്പിൾ ഒരു വീഡിയോ ആണ്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ കൂടാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ഇട്ടുക. ഫ്രണ്ട്സ്, ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതേപോലെ അക്വേറിയം പമ്പിൻ്റെ ഓക്സിജൻ പാസ് ചെയ്യുന്ന ഓസാണ്. ഓക്കെ, അതൊരു 20 സെൻറ്റിമീറ്റർ നീളത്തിൽ 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്തായിട്ടെന്ന് പറയുന്നത് നമ്മുടെ LED ബൾബില്ലേ, അതിൻ്റെ ഔട്ടർ പാർട്ടിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയ ഹോൾട്ട് എടുത്തിട്ടുണ്ട്. അതായത് ഈ അക്വേറിയം പമ്പിൻ്റെ ഓസ് കയറാൻ പറ്റുന്ന രീതിയിൽ ഒരു ഹോൾട്ട് എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് തന്നെ അക്വേറിയം പമ്പിൻ്റെ ഓസ് കണക്ട് ചെയ്യുന്ന പ്ലസ് ജോയിൻ്റാണ്. അതിൻ്റെ വൈ ജോയിൻ്റ് ആക്കാൻ വേണ്ടി അതിൻ്റെ ഒരു പാർട്ട് കട്ട് ചെയ്ത് വൈ ജോയിൻ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് സാധാ ബുള്ളറ്റ് ടൈപ്പ് ഹെഡ്ഫോണില്ലേ, അതിനൊക്കെ വരുന്ന ഇയർ ബുഷസ് ആണ്. അതിൻ്റെ 2 പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ എടുത്ത അക്വേറിയം പമ്പിൻ്റെ ഓസില്ലേ, ആ ഓസും 3 ഈക്വൽ ലെങ്തായിട്ട് നമ്മളെടുത്ത് കറക്റ്റ് പിടിച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്ത് 3 പീസായിട്ട് എടുക്കണം. എന്നിട്ട് ഇതേപോലെ നമുക്കിനി ചെറിയ കത്രിക എടുത്ത് 2 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 പീസായിട്ടുണ്ട്. അടുത്ത ഒരു എൻ്റെ കൂടെ കട്ട് ചെയ്യുമ്പോൾ 3 പീസാവും. ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ നമ്മൾ 3 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ മാറ്റി വെച്ച വൈ ജോയിൻ്റ് ഇല്ലേ, ആ വൈ ജോയിൻറ്റിലോട്ട് ഈ 3 ഓസും നമുക്കൊന്ന് കണക്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ വൈ ജോയിൻ്റ് എടുത്തിട്ട് ഒരു പോയിൻറ്റിലോട്ട് ഈ ഒരു ഓസിൻ്റെ ഒരു പോയിൻ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്യാം. ആ ഒരു എൻഡ് നല്ലപോലെ കണക്ട് ചെയ്തതിന് ശേഷം അടുത്ത എൻഡ് നമ്മൾ കണക്ട് ചെയ്യാം. അടുത്ത ഓഫ് എടുത്ത് അടുത്ത എൻഡ് കൂടെ നമ്മളൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ 2 എൻഡും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ലാസ്റ്റ് എൻഡാണ്. അപ്പോൾ ലാസ്റ്റ് എൻഡിലോട്ട് ലാസ്റ്റ് ഓഫും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ എല്ലാ എൻഡും നല്ലോണം കറക്റ്റ് കണക്ഷൻ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഇയർബഡ്സ് ഇല്ലേ, ഇയർബഡ്സിൻ്റെ പരിപാടിയാണ്. ഈ ഇയർബഡ്സ് കൊടുക്കാനുള്ള എവിടെയെന്ന് വെച്ചാൽ, നമ്മൾ ടീ ജോയിൻ്റെ മണ്ടയിലത്തെ ഭാഗം, അതായത് സ്ട്രൈറ്റ് ആയിട്ടിരുന്ന ഭാഗത്ത് കൊടുത്ത് 2 ഓസില്ലേ, ആ ഓസിൻ്റെ അടുത്ത എൻഡിൽ വേണം നമ്മളത് കൊടുക്കാൻ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലായിരിക്കും, നമ്മൾ ഈ കണക്ഷൻ കൊടുക്കുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി ഇയർബഡ്സ് ഒന്ന് തിരിച്ചിട്ട് വൃത്തിയാക്കി കൊടുത്തതിന് ശേഷം അതിലോട്ടൊന്ന് കണക്ട് ചെയ്യാം. ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ടീ എൻഡിൻ്റെ മണ്ടയിലത്തെ ഭാഗം, ആ സ്ട്രൈറ്റ് ആയിട്ടിരുന്ന ഭാഗത്തിൻ്റെ ഒരു ഓസിൻ്റെ ഒരു എൻഡിൽ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇത് ഒട്ടിച്ചു കൊടുക്കുന്നതിൻ്റെ ആവശ്യമില്ല, റബ്ബർ ആയതുകൊണ്ട് തന്നെ കറക്റ്റ് അങ്ങ് എറിവ് പിടിച്ചിരുന്നോളും. അടുത്തായിട്ട് അടുത്ത ബഡ്സ് എടുത്തിട്ട് അടുത്ത എൻഡിൽ കൊടുക്കുക. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഇയർ ബുഷസിൻ്റെ എല്ലാ കണക്ഷനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ടീ ജോയിൻറ്റിൻ്റെ ബാക്കി കണക്ഷനാണ്. അതായത് ടീ ജോയിൻ്റെ ബാക്കി കണക്ഷൻ, അതായത് താഴ്ന്ന് വരുന്ന കണക്ഷൻ, അതായത് ഈ കണക്ഷനാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അത് നമ്മൾ കൊടുക്കാനുള്ളതെന്ന് പറയുന്നത് LED ബൾബിൻ്റെ ഔട്ടർ പാർട്ടില്ലേ, അത് നമ്മളിട്ട ഹോളിലാണ് കൊടുക്കാനുള്ളത്. ആ ഹോളിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫ്ലക്സ് ഗ്ലൂ ഒന്ന് അപ്ലൈ കൊടുക്കുക. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ നേരത്തെ ഒട്ടിച്ചെടുത്ത പാർട്ടെല്ലാം നല്ലോണം ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റെതസ്കോപ്പിൻ്റെ ഒരു 3/4 ഭാഗത്തോളം പണിയായിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളൊരു ചെറിയ ബലൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബലൂണിൻ്റെ ചെറിയൊരു പാർട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്ത പാർട്ട് നമുക്ക് ദാണ്ടേ ആ ലൈറ്റിൻ്റെ ഔട്ട് സൈഡ് വരുന്ന പാർട്ടില്ലേ, ആ പാർട്ടിലോട്ട് ദാണ്ടേ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ചെയ്തെടുത്ത സ്റ്റെതസ്കോപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എന്തായാലും ഒന്ന് ടെസ്റ്റ് അടിക്കാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നിർമ്മിച്ച സ്റ്റെതസ്കോപ്പാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്യാം. ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ള ശബ്ദമാണ്. എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് കേൾക്കാൻ പറ്റുന്നുണ്ട്. ചെറുതായിട്ട് മൈന്യൂട്ടായിട്ടുള്ള ശബ്ദമാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഇയർബഡ്സ് മൈക്കിൻ്റെ അടുത്തോട്ട് വെച്ചിട്ട് ഞാൻ കേൾപ്പിച്ച് തരാം. കേൾക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും ഞാൻ കേൾപ്പിച്ച് തരാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ എനിക്കൊരു ഒട്ടും ഉറപ്പില്ല കേട്ടോ, എനിക്കറിയത്തില്ല. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ ഇവിടെ ജോയിൻ അപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്ത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. കൂടാതെ നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായിട്ട് അറിയുക. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൽ നല്ലൊരു കിടിലം വീണ്ടും കാണാം. ഇറ്റ്സ് മീ അജ്മൽ, സൈനിങ് ഔട്ട്.